ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇക്കുറി സിപിഐക്ക് ലഭിക്കില്ല. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അസ്ലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാകും. ഇക്കുറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സിപിഐക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സിപിഎം ഏരിയ സെക്രട്ടറി ബി അജയ്കുമാർ GC ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സിപിഐയുടെ അധീനതയിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ധാരണയുണ്ടായത് വളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അന്നേരം മണ്ഡലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ധാരണ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നേരത്തെ CPM തന്നെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം LDF കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ ധാരണ അനുസരിച്ച് CPI ആണ് വൈസ് പ്രസിഡന്റായിട്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ചിലർ ഷെയർ ചെയ്യുന്നുണ്ട്, വൈസ് പ്രസിഡന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ധാരണ LDF എന്നുള്ള നിലയിൽ നല്ല ഐക്യത്തോടുകൂടി എടുത്തത്. കഴിഞ്ഞ തവണ CPIയിലെ KB അനുവായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്. മുൻകാല ധാരണകൾ അനുസരിച്ച് ഇക്കുറിയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് തന്നെ ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞു കേട്ടത്. CPIയിലെ കമുകഞ്ചേരി ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന മുൻ തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കിരൺ K കൃഷ്ണയുടെ പേരായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടത്. എന്നാൽ നിലവിലുള്ള ധാരണകൾ അനുസരിച്ച് കിരൺ K കൃഷ്ണ വൈസ് പ്രസിഡന്റ് ആകില്ലെന്നും CPM ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ സെക്രട്ടറിയുമായ മുഹമ്മദ് അസ്ലം വൈസ് പ്രസിഡന്റ് ആകുമെന്നാണ് B അജയ്കുമാർ വ്യക്തമാക്കിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം, CITU ഏരിയ സെക്രട്ടറി, വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഹമ്മദ് അസ്ലം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പുനലൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനം CPIയും CPMും പങ്കുവയ്ക്കും. പുനലൂർ നഗരസഭയിൽ CPMിലെ 2 വനിതകൾ 2 വർഷം വീതം ചെയർപേഴ്സൺ സ്ഥാനം പങ്കുവയ്ക്കും. 1 വർഷം CPIയും അധ്യക്ഷ സ്ഥാനം വഹിക്കും. ഇന്നലെ നടന്ന LDF യോഗത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായത്. പുനലൂർ കക്കോട് വാർഡിൽ നിന്നും വിജയിച്ച CPMിലെ രാധാമണി വിജയാനന്ദനും ശാസ്താംകോണം വാർഡിൽ നിന്നും വിജയിച്ച CPMിലെ വിമല ഗുരുദാസനുമാണ് ആദ്യ വർഷങ്ങളിൽ യഥാക്രമം ചെയർപേഴ്സൺ ആകുന്നത്. രാധാമണി വിജയാനന്ദൻ മുൻപ് ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 5 വർഷത്തെ ഭരണകാലയളവിനുള്ളിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് LDF 3 ചെയർപേഴ്സൺമാർക്കായി സ്ഥാനം പങ്കുവയ്ക്കുകയാണ്.